ഗൈസ്, ഇത് DJയുടെ ഓസ്മോ 7 എന്ന് പറഞ്ഞ ഗിംബലാണ്. ഇത് നിങ്ങൾക്ക് സ്മാർട്ട് ഫോണും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്മാർട്ട് ഫോൺ നോക്കില്ല, സ്മാർട്ട് ഫോൺ മാത്രം. സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് നല്ല പ്രൊഫഷണലി വീഡിയോ എടുക്കണം, നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ഗിംബലാണ്. ഓക്കെ, അപ്പം ഇത് ഞാൻ മേടിച്ചത് എൻ്റെ iPhone 17 പ്രോയിൽ മാത്രമല്ല S24 കൂടി യൂസ് ചെയ്യാൻ കണക്കിനാണ്. ഫസ്റ്റ് ഈ ഗിംബലിൻ്റെ പേലോഡ് കപ്പാസിറ്റി ഞാൻ പറഞ്ഞുതരാം. പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഗിംബൽ നിങ്ങൾ മേടിക്കാൻ നേരത്ത് ആ ഗിംബലിൻ്റെ മോട്ടറിന് എത്ര വെയിറ്റ് വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പേലോഡ് കപ്പാസിറ്റി. അപ്പം ഈ OM7 അല്ലെങ്കിൽ ഓസ്മോ 7 എന്ന് പറഞ്ഞ ഈ സാധനത്തിൽ ഒരു 170 ഗ്രാംസ് തൊട്ട് 300 ഗ്രാംസ് വരെയാണ് പേലോഡ് കപ്പാസിറ്റി വരുന്നത്. സോ നിങ്ങളുടെ മൊബൈലിന് ആ ഒരു വെയിറ്റ് റേഞ്ചിനകത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് ധൈര്യമായിട്ട് എടുത്തോളൂ, നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം അത് പറയാൻ നേരത്ത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് iPhone 17 Pro ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 220 ഗ്രാംസ് ആണ്. ഇത് ഒരു ഏറ്റവും തിന്നായിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ ഈ ഒരു കേസ് ഇടുമ്പോഴത്തേക്ക് 240 ഗ്രാംസ് ആയി ഫോണിൻ്റെ വെയിറ്റ്. ഈ ക്ലാമ്പും കൂടെ വരുമ്പോഴത്തേക്ക് 260, 270, അറൗണ്ട് 270 ഗ്രാംസ് ഉണ്ട്. അപ്പോൾ ബാക്കി ഒരു 40 ഗ്രാംസിൻ്റെതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഈ ഗിംബൽ നമ്മുടെ ഹാൻഡും കൂടെ മാക്സിമം സ്റ്റഡി ആയിട്ട് നമ്മൾ മോഷൻ ചെയ്യണമെങ്കിൽ മാത്രമേ നല്ല സ്മൂത്ത് മോഷൻ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജെർക്കിങ് വരും. കാരണം ഈ മോട്ടർ മാക്സിമം കപ്പാസിറ്റിയിൽ നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ S24 കോമ്പാക്റ്റ്, ആ S24-നാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് വന്നിട്ട് 178 ഗ്രാംസേ ഉള്ളൂ. സോ അത് എനിക്ക് നല്ല സ്മൂത്തായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളുടെ ഒരു ഐഫോണിൻ്റെ പ്രോ മാക്സോ അല്ലെങ്കിൽ വിവോ X200 Pro അതുപോലത്തെ ഒരു വലിയ ബൾക്കി ആയിട്ടുള്ള ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറയാണ്, ഇത് മേടിക്കരുത്. മേടിച്ചാൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേസൊന്നും ഇല്ലാതെ ഉപയോഗിച്ചാലും മാക്സിമം പേലോഡ് കപ്പാസിറ്റി അകത്ത് നിൽക്കും. പക്ഷേ സ്മൂത്ത് മോശം വേണമെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് അത്ര സ്റ്റഡി ആയിട്ട് നിങ്ങൾ മൂവ്മെൻറ്റ് ചെയ്ത് പഠിക്കണം. അതായത് ബേസിക്കലി നിങ്ങൾക്ക് ഗിംബൽ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഹാൻഡിൽ എന്നുള്ള രീതിയിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. കാരണം ഗിംബൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതും ഗിംബൽ ഇല്ലാതെ എടുക്കുന്നതും ഹാൻഡ് ഹോൾഡ് ചെയ്ത് എടുക്കേണ്ട ചില ഷോട്ട്സ് ഉണ്ട്, അത് ഹാൻഡ് ഹോൾഡ് ചെയ്ത് എടുക്കാം. പക്ഷേ നിങ്ങൾ ചില മൂവ്മെൻറ്റുകൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ മൂവ്മെൻറ്റുകൾ എടുക്കുന്നത് കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ മോഷൻ സെയിം നമ്മുടെ സിമിലർ സാധനം നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് iPhone പ്രോ മാക്സിലും ഐഫോണിൻ്റെ പ്രോ ഡിവൈസസിലും കിട്ടുമെങ്കിൽ പോലും ഗിംബലിൽ നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പം നമുക്ക് കുറച്ചുകൂടെ നല്ല മോഷൻസും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ വേണ്ടി ഹാൻഡിൽ കിട്ടും. സോ അതിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അത്ര സ്മൂത്ത് മോഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഡിവൈസ് ആണെങ്കിൽ മാത്രം ഇതുപോലത്തെ ഒന്ന് മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 16,000 റേഞ്ചിലൊക്കെ, ഇത് 8,000 ആണേ, ഇത് 7 ആണ്, 7P അല്ല. രണ്ട് മോഡലുണ്ട്, ഓസ്മോ 7 ഉണ്ട്, ഓസ്മോ 7P ഉണ്ട്. പിയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പിന്നകത്ത് അവർ പ്രോ മോഡ് എന്നുള്ള രീതിയിലാണ്, മോഡൽ എന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. അതിന് അഡീഷണൽ വരുന്നത് ഈ ഒരു സാധനം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ സെൽഫി സ്റ്റിക്ക് പോലെ വലിച്ച് നീട്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, അതൊരു അഡ്വാൻറ്റേജ്. പിന്നെ വരുന്നത് ഇവിടെ ഈ ഒരു സ്ലൈഡറിന് പകരം ഒരു നോബ് വരും, അത് സൂം ചെയ്യാനാണ്. ഓക്കെ, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരില്ല. കാരണം നിങ്ങൾ DJയുടെ മിമോ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, അതിനകത്തുള്ള ക്യാമറ മാത്രമേ ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഡീഫോൾട്ട് ക്യാമറ ആപ്പ്, ഡാവിഞ്ചി മറ്റേ ബ്ലാക്ക് മാജിക്കിൻ്റെ ക്യാമറ ആപ്പ്, അതുപോലെ ഫൈനൽ കട്ട് ക്യാമറ ആപ്പ്, അതിലൊന്നും പറ്റൂല. അപ്പോൾ ഇത് ആ ഒരു സമയത്തൊക്കെ യൂസ്ലെസ് ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരു കോമ്പാക്ട് ഡിവൈസ് ആണെങ്കിൽ മാത്രം മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 16,000 റേഞ്ചിനകത്ത് വേറെ ബ്രാൻഡിൻ്റെയൊക്കെ ഉണ്ട്, അതെനിക്ക് റെക്കമെൻഡ് ചെയ്യത്തക്കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിൻ്റെ പേലോഡ് കപ്പാസിറ്റി എബോവ് 300 ഗ്രാംസ് ആണ്. 500 ഗ്രാംസ് വരെ വരുന്ന ഗിംബലുകളുണ്ട്, അറൗണ്ട് 18,000-17,000 ഒക്കെ. പക്ഷേ ആ റേഞ്ചിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5,000 to 6,000 കൂടെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ DJയുടെ തന്നെ നിങ്ങൾക്ക് കോമ്പാക്ട് ക്യാമറ, മിറർലെസ് ക്യാമറ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന RS3 മിനി, അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂടെക്കിൻ്റെ സ്കോർപ്പ് 2 പോലുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ സ്കോർപ്പ് 2ൻ്റെ ഞാൻ ഒരു റീൽ ഞാൻ ഇട്ടായിരുന്നു. 17 Pro ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം അതിൽ 2.5 kg പേലോഡ് കപ്പാസിറ്റി ഉണ്ട്. അത് പ്രോപ്പർ മിറർലെസ് ക്യാമറകളും പ്രൊഫഷണൽ ലെൻസും യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗിംബലാണ്. വലിയ കേജും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, അതിന് നിങ്ങൾ കൂടുതൽ വേറെ ഗിംബലോട്ട് പോകാൻ പറ്റും. പക്ഷേ സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ 2.5 kg എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ട് ഓടാം, സ്മൂത്തായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. നിങ്ങളൊരു ഗിംബൽ മേടിക്കാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഓക്കെ, ഇതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു വലിയ ഗിംബൽ നമ്മൾ മേടിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പാടാണ്. ഇത് ഈ ഒരു മടക്ക് നിങ്ങൾക്ക് പോക്കറ്റ് വെച്ചുകൊണ്ട് പോകാം. ഈ ക്ലാമ്പ് ഫോണിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഷൂട്ടിംഗ് ടൈം ആകുമ്പം കണക്ട് ചെയ്യുക, തുറക്കുക, തുറന്നു കഴിഞ്ഞാൽ തന്നെ ഗിംബൽ ഓണായി. പവർ ബട്ടൺ ഒന്നും പ്രസ് ചെയ്യേണ്ട, ഗിംബൽ ഓണായി. ഓക്കെ, ഓഫ് ചെയ്യാൻ നേരത്ത് ഇത് ലോൺ പ്രസ് ചെയ്യുക. ചിലർ ഇതിനെ മടക്കി തന്നെ തിരിച്ചങ്ങ് വെക്കും, പക്ഷേ ഞാൻ ഓഫ് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. കാരണം മോട്ടോർ ഡാമേജ് ആക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഓഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മടക്കി വയ്ക്കുക, തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇതാണെങ്കിൽ പോക്കറ്റിൽ വയ്ക്കുക. നിങ്ങളുടെ ചെറിയൊരു ഹാൻഡ് ബാഗ് എങ്ങാനും ഉണ്ടെങ്കിൽ ആ ഒരു ബാഗിനകത്ത് വെച്ചുകൊണ്ട് പോകാം. അത്ര സിമ്പിളാണ്. അപ്പോൾ പോയിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഓക്കെ, ഇനി ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഇതിൽ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്,
ഈ ഒരു OM7 മുമ്പത്തെ മോഡലിൽ ഇല്ലാത്ത പോലെ ബിൽറ്റ് ഇൻ ട്രൈപോഡ് ഇത് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ ഒന്നും ക്യാരി ചെയ്യേണ്ട. ഇതിനകത്ത് ഇങ്ങനെ വെക്കാം. അതുപോലെ തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ ഒരു ഗ്രിപ്പ് ഹോൾഡും കൂടെ കിട്ടും. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ സൈഡിൽ USB Type-C കണക്ഷൻ വരുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 3 മണിക്കൂറോളം എടുക്കും ഫുൾ ചാർജ് ആവാൻ. 2 to 3 മണിക്കൂർ വരെ എടുക്കും ടൈം. ഓക്കെ, ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്രേ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു കൺട്രോൾ ഞാൻ പറഞ്ഞു DJIയുടെ മിമോഡ് ആപ്പിനകത്ത് മാത്രമേ വർക്കാവുള്ളൂ. പിന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്, നല്ല ഗ്രിപ്പിയാണ്. പിന്നെ ഇവിടുത്തെ കൺട്രോൾസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമുക്ക് ക്യാമറ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. DJIയുടെ മിമോ ആപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ക്ലിക്കിൽ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും തമ്മിൽ സ്വിച്ച് ആവും. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോർട്രേറ്റ് മോഡൽ ലാൻഡ്സ്കേപ്പ് മോഡിലോട്ട് മാറും. പിന്നെ റെക്കോർഡ് ബട്ടൺ ബ്ലൂടൂത്ത് വെച്ച് വർക്കാവുന്നതാണിത്. ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിരുന്നാൽ തന്നെ ഇത് വർക്കാവും. റെക്കോർഡ് പ്രസ് ചെയ്യാം, അത് ഏത് ക്യാമറ ആപ്പിലും വർക്കാവും. പിന്നെ ഇത് മോഡുകളാണ്, ഗിംബലിൻ്റെ തന്നെ മോഡുകളാണ്. ഞാൻ കാണിച്ചു തരാം. ഓരോ മോഡുകൾ കാണിക്കുന്നത്. ഇത് പാൻ, ടിൽറ്റ്, അങ്ങനെ ഓരോ ടൈപ്പ് മോഡലാണ്. നമുക്ക് പാനും ടിൽറ്റും എല്ലാം കൂടെ 3 ആക്സിസും കൂടെ 2 ആക്സിസും കൂടെ അങ്ങ് വർക്കാകുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ പാൻ മാത്രമാണ്. ഈ ഒരു സർക്കിൾ സാധനം വെച്ചേക്കുന്നത് പാൻ മാത്രം വർക്കാവുന്നത്. ഇത് എല്ലാ ആംഗിളും പാന്, ടിൽറ്റ്, ഷിഫ്റ്റ്, അങ്ങനെ ഡയഗണൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങുന്ന ഒരു സാധനമാണിത്. ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയ്സ്റ്റിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ജസ്റ്റ് ഇങ്ങനെ ഒരു കറങ്ങി വരുന്ന ഒരു ഷോട്ടുകളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രം ഈ ഒരു കറക്കം മാത്രം ജോയ്സ്റ്റിക്ക് തരും. അപ്പ് ആൻഡ് ഡൗൺ ഒന്നും വർക്കാവില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ഇത്രയുള്ള മോഡുകൾ. ഫ്രണ്ടിലത്തെ ഈ ട്രിഗർ പറഞ്ഞാൽ ഈ ട്രിഗർ സിംഗിൾ ടാപ്പ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഷൻ ലോക്കാവും, എല്ലാ ആക്സിസും ലോക്കാവും. അപ്പോൾ ഫ്രണ്ടിൽ ഒരു സബ്ജക്റ്റിനെ ഫേസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കറങ്ങിയാൽ പോലും ക്യാമറ ആ സബ്ജക്റ്റിനെ തന്നെ ഫേസ് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1, 2 ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് മോഡ്, അതായത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്പോർട്സ് മോഡായിട്ട് ഫാസ്റ്റായിട്ട് മോഷൻ മൂവ് ചെയ്യണമെങ്കിൽ മോട്ടർ അതിൻ്റെ കൂടെ സ്പീഡ് തന്നെ വരും. പിന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാമറ നമുക്ക് തിരിച്ച് നമ്മളെ ഫേസ് ചെയ്ത് തരും. ബാക്ക് ക്യാമറയാണ്, ഫ്രണ്ട് ക്യാമറ എല്ലാം പറഞ്ഞാൽ ബാക്ക് ക്യാമറ നമ്മളെ ഫേസ് ചെയ്ത് തിരിച്ച് വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും വരുന്നത്. അപ്പം ഇതാണ് ഗൈസ് DJIയുടെ Osmo 7ൻ്റെ എൻ്റെ ഒരു റിവ്യൂ. ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ചെറുതായിട്ട് ഇതിൽ ആഡ് ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത് ഞാൻ വേറെ സ്റ്റെബിലൈസേഷൻ ഒന്നും അഡീഷണൽ ആഡ് ചെയ്തില്ല, അത്ര നല്ലൊരു ഷോട്ടാണെന്ന് പറയുന്നില്ല. സോ ജസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടക്കത്തിൽ ടെസ്റ്റ് ചെയ്ത് വെക്കിയ ഒരു ചെറിയൊരു സാധനം ഒന്നും കൂടി ഇതിൻ്റെ കൂടെ പ്ലേ ചെയ്യാം ഗൈസ്. അപ്പം ഇതാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ ഗിംബലിനെ കുറിച്ച് ഞാൻ പറഞ്ഞൊരു മെയിൻ പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിന് യൂസ്ഫുൾ ആവും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.